നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 3 മലയാളികളുടെ ജീവനെടുത്ത ദുബായ് അൽ കരാമയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം നടന്ന് 2 മാസം കഴിയുമ്പോൾ ഒരു മരണം കൂടി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു മലയാളി കൂടി മരണത്തിന് കീഴടങ്ങി. കണ്ണൂർ തലശ്ശേരി പുന്നോൽ കുറിച്ചിയിൽ റൂഫിയ മൻസിലിലെ ഷാനിൽ ആണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ദുബായിലെ റാഷിദ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇതോടെ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 4ആയി. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാവിലെ 6:30ഓടെയാണ് ഷാനിൽ മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 3 പേരിൽ അവസാനത്തെയാളാണ് ഇപ്പോൾ മരിച്ചത്. ഷാനിൽ ദുബായിലെ GSS ലോജിസ്റ്റിക്സ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. 2 വർഷമായി ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു. കവിയൂർ പുട്ടുവക്കാട് നൌഷാദിന്റെ മകനാണ് മരിച്ച ഷാനിൽ. മാതാവ് പുന്നോൽ കുറിച്ചിയിൽ കുഴിച്ചാൽ പൊന്നമ്പത്ത് റൂഫിയ. ബന്ധുക്കൾ ദുബായിൽ എത്തിയിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം ദുബായിൽ ഖിസൈസിലെ ഖബർസ്ഥാനിൽ മൃതദേഹം മറവ് ചെയ്തു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മലപ്പുറം സ്വദേശി യാക്കൂബ് അബ്ദുള്ള 38 വയസ്സ്, തലശ്ശേരി ടെബിൾഗേറ്റ് സ്വദേശി നിട്ടൂർ വീട്ടിൽ നിതിൻ ദാസ് 24 വയസ്സ്, പുന്നോൽ സ്വദേശി നിഹാൽ നിസാർ 26 എന്നിവരാണ് നേരത്തെ മരിച്ചത്. ദുബായിലെ അനാം അൽ മദീന ഫ്രൂട്ട് സ്റ്റാളിലെ ജീവനക്കാരൻ മലപ്പുറം തിരൂർ സ്വദേശി പാറന്നൂർ പറമ്പിൽ യാക്കൂബ് അബ്ദുള്ള സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. അപകടത്തിൽ കാണാതായവരെ തിരയുമ്പോഴാണ് യാക്കൂബ് അബ്ദുള്ളയുടെ മൃതദേഹം കണ്ടെത്തിയത്. നിതിൻ ദാസ് ഒക്ടോബർ 19-നും നഹീൽ നിസാർ നവംബർ 18-നുമാണ് ദുബായിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചത്. വിസിറ്റ് വിസയിൽ ജോലി തേടി എത്തിയതായിരുന്നു തലശ്ശേരി ടെബിൾഗേറ്റ് നിട്ടൂർ വീട്ടിൽ നിതിൻ ദാസ്. ഏറെ പരിശ്രമത്തിനൊടുവിൽ ജോലി ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. അതിനിടെയാണ് അപ്രതീക്ഷിത അപകടമുണ്ടായത്. ഒക്ടോബർ 17-ന് രാത്രിയായിരുന്നു താമസ സ്ഥലത്തെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടമുണ്ടായത്. 12:20-ന് കരാമ ഡേ ടു ഡേ ഷോപ്പിംഗ് കേന്ദ്രത്തിന് സമീപം ബിൻ ഹൈദർ ബിൽഡിംഗിലാണ് അപകടമുണ്ടായത്. ഫ്ളാറ്റിൽ 3 മുറികളിലായി 17 പേരാണ് ഈ സമയം ഉണ്ടായിരുന്നത്. ഒരേ ഫ്ളാറ്റിലെ 3 മുറികളിൽ താമസിച്ചിരുന്ന ഇവർ മൊബൈൽ ഫോണിലും മറ്റും മുഴുകിയിരിക്കുമ്പോഴാണ് ഫ്ളാറ്റിലെ അടുക്കളയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ശബ്ദം കേട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയവരെ ഉൾപ്പെടെ തീനാളങ്ങൾ പാഞ്ഞെത്തി തെറിപ്പിച്ചു. 2 പേർ ബാത്റൂമിലായിരുന്നു. ഇവർക്ക് ഗുരുതര പരിക്കേറ്റു. മിക്കവരും ബാച്ചിലർ താമസക്കാരായിരുന്നുവെന്നാണ് ദുബായിലെ സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി പറഞ്ഞത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അടുത്തുള്ള ഫ്ളാറ്റിലെ 2 വനിതകൾക്കും പരിക്കേറ്റിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.